ഒരു പെർഫ്യൂമിന്റെ ഷെൽഫ് ലൈഫ് കമ്പനി പറയുന്നത് 3 വർഷം മുതൽ 5 വർഷം വരെയാണ്. പക്ഷെ ഒരു പെർഫ്യൂമിന് 15 വർഷം വരെ അല്ലെങ്കിൽ 20 വർഷം വരെ അതിനെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇതിന്റെ ഷെൽഫ് ലൈഫ് എങ്ങനെ നമുക്ക് കൂട്ടാം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റ്, അതേപോലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ വീട്ടിലെ ലൈറ്റുകൾ, ഡയറക്റ്റ് ലൈറ്റ് പെർഫ്യൂമിലേക്കോ നമ്മൾ അത്തറുകളിലേക്കോ വരാത്ത രീതിയിൽ നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള സർഫസിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് 10, 15, 20 വർഷം വരെ നമുക്ക് ഒരു പെർഫ്യൂം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരു പെർഫ്യൂം എങ്ങനെ ഡാമേജ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ആദ്യത്തിൽ അതിന്റെ സ്മെല്ലിൽ മാറ്റം വരും എന്നുള്ളതാണ്. അതേപോലെ കളർ ചേഞ്ച് ആവും. ചില പെർഫ്യൂമുകൾ ഒന്ന് അതിനെ ഒരു വർഷം 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കളർ സാധാരണ ചേഞ്ച് ആവാറുണ്ട്. അത് ചേഞ്ച് ആവുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആ പെർഫ്യൂം അതിന്റെ യഥാർത്ഥ പെർഫോമൻസിലേക്ക് എത്തുമ്പോഴും സാധാരണ കളർ ചേഞ്ച് ആകാറുണ്ട്. അത് കൂടുതലും ഫ്രഷ് പെർഫ്യൂമുകളല്ല, ഊത് ബേസ്ഡ്, ലെതർ ബേസ്ഡ് പെർഫ്യൂമുകളാണ് അങ്ങനെ കളർ ചേഞ്ച് ചെയ്യാറ്. പക്ഷെ ഇത് കളർ ചേഞ്ച് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു സോറായിട്ടുള്ള ഒരു പുളിപ്പുള്ളത് പോലുള്ള സ്മെല്ല് നമുക്ക് ഇതിൽ നിന്ന് വരും. അപ്പോൾ ഇത് ചീത്തയായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അതേപോലെ ആൽക്കഹോളും ഓയിലും തമ്മിൽ വേറിട്ട് നിൽക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പിന്നെ നമ്മൾ ഒരു കാരണവശാലും ആ പെർഫ്യൂം ഉപയോഗിക്കരുത് എന്നുള്ള, കാരണം ഇതിലൊക്കെ കെമിക്കൽസും അരോമ ഓയിൽസും ഇതെല്ലാം മിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു പെർഫ്യൂം ആയി വരുന്നത്. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ മോളിക്യൂൾസുകൾ തമ്മിൽ വിഘടിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഉപയോഗിക്കരുത് എന്നുള്ളതാണ്.